ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് തോട്ടിൽ നിന്ന് പിടിച്ച മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കിട്ടിയതല്ല, രാത്രി കിട്ടിയതാണ്. അപ്പോൾ രാത്രി നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ചെറിയ മീനുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലുത് നമ്മൾ പൊരിക്കാനെടുത്തു. കുട്ടികൾക്കൊക്കെ പൊരിച്ചാണല്ലോ ഇഷ്ടം. പിന്നെ പൊരിക്കാനും കറി വയ്ക്കാനും കൂടി എടുത്താൽ തികയുമല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുത് മാത്രം എടുത്തിട്ട് ചെറുത് പറഞ്ഞാൽ നല്ല ചെറുതല്ല കേട്ടോ. ചില സമയത്ത് തീരെ പൊടി മീനാണ് കിട്ടുക. അപ്പോൾ കുറച്ച് ഉമ്മാക്കും കൊടുത്തു കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സാധാ പച്ചമീൻ മേടിക്കുമല്ലോ, അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. തോട്ടിൽ നിന്ന് ഫ്രഷായിട്ട് നമ്മൾ പിടിച്ച് എടുക്കുന്ന മീനാണല്ലോ. അപ്പോൾ മീൻ ടേസ്റ്റ് ആണെങ്കിലും നമുക്ക് നേരാക്കാനാണ് പണി കേട്ടോ. ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് ഈ തോട്ടിലെ മീൻ നേരാക്കൽ. അത് നല്ല പണിയാണ്. അപ്പോൾ എനിക്ക് അടുപ്പും ചാരമൊക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഫ്ലാറ്റിലൊക്കെ ഇരിക്കണവർ, അടുപ്പ് യൂസ് ചെയ്യാത്തവരൊക്കെ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട്. നമുക്ക് നേരാക്കാൻ പറ്റുന്ന കുറച്ച് രീതികൾ കേട്ടോ. അപ്പോൾ ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകും. നമ്മൾ ഫസ്റ്റ് മേലുള്ള ആ ഒരു മുള്ളു പോലത്തെ സംഭവങ്ങളൊക്കെ ഇതിന്ന് മാറ്റുകയാണ്. മൊയ്യ മീനാണ് കേട്ടോ ഇത്. കൂട്ടത്തിൽ ഏറ്റവും വലുത് ഈ മീനാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെത്തി കളയണം. കയ്യിൽ നിന്ന് നന്നായിട്ട് വഴുതി പോകണം. അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ട് ആ ഒരു കറുത്ത സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ വഴുവഴുന്നാനുള്ളത്, അത് നന്നായിട്ട് നമ്മൾ ഉരച്ച് കളയണം കേട്ടോ. അത് കളഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കയ്പ്പുണ്ടാവും, പ്രത്യേകിച്ച് ഒരു ചൊയ വരും കേട്ടോ. അത് നന്നായിട്ട് വരണ്ടി കളയണം. കത്തിയൊക്കെ നല്ല മൂർച്ചയിലുള്ള കത്തിയായിരിക്കണം കേട്ടോ, എന്നാലാണ് ഈ മീനൊക്കെ നേരാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വരണ്ടി കളയുക. എന്നിട്ട് നമ്മൾ ബാക്കി ഈ തലഭാഗം മുറിക്കലും ഒക്കെ. പിന്നെ ഈ ഒരു മീനിൻ്റെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വയറുഭാഗം അരിയുമ്പോൾ നന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. വയറുഭാഗം ഇങ്ങനെ മുറിച്ചാൽ പോരാ. നമ്മളൊക്കെ ഈ മത്തിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചെറുതായിട്ടല്ലേ മുറിച്ചെടുക്കുകയുള്ളൂ. അതേപോലെയല്ല കേട്ടോ, നന്നായിട്ട് ഇതേപോലെ മുറിച്ച് മാറ്റണം. അല്ലെങ്കിൽ വയറുഭാഗത്ത് ആകുമ്പോൾ കുറച്ചൊന്ന് ഒരു കയ്പ്പ് വരും. നമ്മൾ വറുക്കുകയാണെങ്കിലും അത് കറി വയ്ക്കുകയാണെങ്കിൽ അതൊരു കയ്പ്പ് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇത് നമ്മൾ നേരാക്കി ഏകദേശം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതാക്കി ഇനി നമുക്ക് കല്ലുപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ തലഭാഗം ഒരു പരന്നും കൊണ്ടായതുകൊണ്ട് ഇത് എങ്ങനെയാണ് മുറിച്ചെടുക്കുക എന്നറിയില്ല. എന്നാലും ഞാൻ ഏകദേശം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലത്തെ എല്ലാ സംഭവങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വേറൊരു മീൻ, ഇത് പരലാണെന്ന് തോന്നുന്നു, എനിക്കതിനറിയില്ല. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ ചെളുക്കൊക്കെ ഉണ്ടല്ലോ, ചെതമ്പൽ, അതിങ്ങനെ കളയുക. പിന്നെ ഈ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പുറത്ത് മുള്ളു പോലുള്ള സംഭവങ്ങളൊക്കെ മുറിച്ച് കളയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെളുക്ക് കളയുന്ന സമയത്ത് തന്നെ കയ്യിൽ കുത്തും. അതിൻ്റെ ഇതേപോലെ വയറ് നന്നായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. വയറ് നന്നായിട്ട് ചേർത്തി അരിഞ്ഞെടുക്കുക, അപ്പോൾ കയ്പ്പുണ്ടാവില്ല. എന്നിട്ട് തല ഇതേപോലെ തലഭാഗം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വാല് മുറിച്ചെടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കണം കേട്ടോ. ആ ഒരു കറുത്ത ഭാഗമൊക്കെ നന്നായിട്ട് ഉരച്ചെടുക്കണം. അതുപോലെ ആ തലഭാഗത്തുള്ള ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ, വഴുവഴുപ്പ് പോലെ, അത് നന്നായിട്ട് ഉരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം വൃത്തിയാക്കി കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഉരയ്ക്കുക വേണ്ടത്. നമുക്ക് ചാരോ കല്ലോ ഒന്നും ഇല്ലല്ലോ, അതിന് പകരം കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഉരച്ചെടുക്കണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ഇടാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ മീൻ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചെടുത്താൽ നല്ല വൃത്തിയാവും കേട്ടോ. ശരിക്കും നമ്മൾ ചാരവും അതിലൊക്കെ കല്ലിലൊക്കെ വരച്ച് ഉരയ്ക്കില്ലേ, അതേപോലെ കേട്ടോ. ഇത് ശരിക്കും നമ്മൾ കല്ലൊക്കെ വെച്ച് ഉരയ്ക്കുകയാണെങ്കിലാണ് ഇങ്ങനെയും വെളുന്നനായി കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു കറുപ്പ് പോയി കിട്ടിയാലാണ് അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു തോട്ടിലെ മീനിൻ്റെ ആ ഒരു ചൊയ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഉരച്ചെടുക്കുക. പിന്നെ നമ്മൾ വറുക്കാനാണല്ലോ, അപ്പോൾ ചെറിയ വരകളായിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ മീൻ 2-3 പീസാക്കണം. അങ്ങനെ 2-3 പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഇതേപോലെ ഒരു കല്ലിൽ ചതച്ചെടുക്കുകയാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ചുവന്നുള്ളി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൽ ചേർത്താൽ. അപ്പോൾ നമുക്കിനി മസാല തയ്യാറാക്കാം. അപ്പോൾ ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടി ചതച്ചതെടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ വേണ്ടത് കുറച്ച് സുർക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
പൊടിഞ്ഞു പോകാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ സുർക്ക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആ മസാല നന്നായിട്ട് മിക്സാക്കിയ ശേഷം മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മസാല നന്നായിട്ട് അതിൽ പിടിപ്പിക്കണം കേട്ടോ. ഈ ഒരു ചുവന്നുള്ളീൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇതിൽ കിടന്ന് മൊരിഞ്ഞ് ആ മസാലയിൽ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചുവ ഉണ്ടെങ്കിലും കൂടി ഈ ഒരു ഇതിൻ്റെ ഫ്ലേവറിൽ നമ്മൾ അറിയില്ല. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ആ ചുവന്നുള്ളീൻ്റെ ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊരിക്കണ സമയത്ത് അതിൻ്റെ മസാലയും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. അതേപോലെ ഒന്ന് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ സാധാ മീൻ വാങ്ങിയിട്ട് പൊരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തിരുമ്പി കുറച്ച് നേരം വെച്ച ശേഷം മീൻ പൊരിക്കാനുള്ളത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ വേണം കേട്ടോ ഇതിന്. നമ്മൾ സാധാരണ പൊരിക്കുന്നതിനേക്കാളും കുറച്ചധികം എണ്ണ ആവശ്യം വന്നു നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ മീൻ അത്യാവശ്യം പൊരിക്കാനുള്ളത് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നതായിട്ട് നമ്മൾ മറിച്ചിടുന്നുണ്ട്. ഒന്ന് മൊരിങ്ങിയ ശേഷം മറിച്ചിടുക കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ ഒന്ന് മൊരിങ്ങിയ ശേഷം മറിച്ചിടുക. അപ്പോൾ നമ്മൾ മസാലയാണ് മൊരിഞ്ഞിട്ടുണ്ടാവുള്ളൂ, മീൻ അങ്ങനെ മൊരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ കരിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് മൊരിങ്ങിയ ശേഷം മറിച്ചിട്ടാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അധികം ആവാണ്ട് എടുത്താണ്ടല്ലോ അതിങ്ങനെ പൊടിഞ്ഞ പോലെ ആവും. പൊടിയില്ല, പക്ഷേ അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഷേപ്പിൽ കിട്ടില്ല, അതാണ് കേട്ടോ. അങ്ങനെ മറിച്ചിട്ട് രണ്ട് ഭാഗവും ഒന്ന് മൊരിപ്പിച്ചിട്ട് എടുക്കുക. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കരുത് കേട്ടോ, ഒന്ന് ചെറിയൊരു സോഫ്റ്റ് പോലെയുള്ള ഒരു സംഭവം അങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മളിത് ആ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ കുറച്ച് വേണമായിരുന്നു അതിന്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം പൊരിച്ചെടുത്തു. നമ്മുടെ തോട്ടിലെ മീൻ അതാ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും കൂടിയൊക്കെ അതിൽ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ചുവന്നുള്ളീൻ്റെയൊക്കെ മണമുണ്ടല്ലോ, അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എല്ലാവരും അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുഴമീനൊക്കെ ഇതേപോലെ വാങ്ങാനും കഴിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നന്നാക്കുള്ള മടിയും കൊണ്ട് നമ്മൾ വാങ്ങിയില്ല അധികം കേട്ടോ. പക്ഷേ ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും, നല്ല അടിപൊളിയായിട്ട് പൊരിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.